അർജുന്റെ വാർത്തയിലേക്കാണ്. അർജുന്റെ മൃതദേഹം അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് ആരംഭിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കും തിരച്ചിൽ. അർജുന്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. നിലവിൽ ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് 1 നോട്ടായി കുറഞ്ഞത് തിരച്ചിലിന് അനുകൂലമാണ്. കെ വി ബൈജു അവിടെ നേരിട്ട് വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഡ്രഡ്ജർ ഏതാണ്ട് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലേ? എത്ര മണിയോടുകൂടി ഈ നേവി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കും? കാലാവസ്ഥ അനുകൂലമാണ്, ഒഴുക്ക് അനുകൂലമാണ്, പൊതുവെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. തീർച്ചയായും രഞ്ജിത്തെ, കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് മാത്രമല്ല, ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ ആ സ്ഥലത്താണ്. അതായത് ലോറി കണ്ടെത്തിയ ആ ലോറി ഉണ്ടെന്ന് റഡാർ പരിശോധനയിലും അതുപോലെ തന്നെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ ആ സ്ഥലത്താണ്. ഇവിടെ 10 മണിയോടുകൂടി ഡ്രഡ്ജർ എത്തും. ഇതിൽ 1-ാം പാലം, അത് വേലിയിറക്ക സമയത്തായിരുന്നു 1-ാം പാലം കടന്നതെങ്കിൽ 2ാമത്തെ പാലം, റെയിൽവേ പാലം, അത് വേലിയേറ്റ സമയത്ത് മാത്രമേ കടക്കാൻ സാധിക്കൂ. കാരണം അവിടെ മൺതിട്ടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ കടക്കാൻ പറ്റൂ. ആ ഒരു പ്രതിസന്ധി കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് പിറകിൽ തന്നെ ഡ്രഡ്ജർ ഇപ്പോൾ ഉണ്ട്. അത് 10 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെടും. 12 മണിക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് എന്തായാലും ആലോചനയുള്ളത്. നമുക്കിപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ വെള്ളം ആ രീതിയിൽ മൺകൂനകളൊക്കെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ പ്രദേശമാകെ അത്രത്തോളം വലിയ വെള്ളം ഉണ്ടായ ഒരു പ്രദേശമാണ്. അതൊക്കെ മാറി മൺകൂനകളൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു വെല്ലുവിളി ഉള്ളത്, വേലിയിറക്ക സമയത്ത് വലിയ തോതിൽ വെള്ളം കുറയുന്നത് ഈ ടഗ് ബോട്ട് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ പ്രതിസന്ധിയുണ്ട്. അതാണ് ഇന്നലെ ഇവിടെ ഈ ഗംഗാവലി പുഴയിൽ, അതായത് ദുരന്ത ഭൂമിയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നത്. പക്ഷേ അത് ഒരു 10 മണിയോടുകൂടി വെള്ളം കുറച്ചുകൂടി ഉയർന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം ആകും എന്ന ആണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും 12 മണിക്ക് തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിക്കാൻ പറ്റും എന്നാണ് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്തെ, ഇതൊരു രക്ഷാ ദൗത്യമല്ല. അതേസമയം അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു, ആ ലോറി എവിടെ, ഇത് പ്രധാനമായും കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ ഉള്ള ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. ആ രീതിയിലുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ലോറി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോറിയുടെ മുകളിൽ വലിയ തോതിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ആ മൺകൂനകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും നടക്കുക. 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലോറിയുടെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂനകൾ മാറ്റാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഗോവയിൽ നിന്നും മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയ്ക്ക് തൊട്ടരികിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഏതായാലും ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. വേലി ഏറ്റ സമയത്തിനായി കാത്തിരിക്കുന്നതാണ്. ആദ്യ പാലം വേലി ഇറക്ക സമയത്തായിരുന്നു കടക്കേണ്ടത്. കാരണം അതൊരു ഉയരം കുറഞ്ഞ പാലമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ റെയിൽവേ പാലമാണ്. ഗോകർണ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള 17 സ്പാനുകളുള്ള ആ പാലം. അത് ഒരു പക്ഷേ വെള്ളം കൂടുതലുണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റൂ. കാരണം മൺതിട്ടകളിൽ ഈ ബോട്ട് സഞ്ചരിക്കുന്നതിന് പ്രയാസമുണ്ട്. ഏതായാലും വെസൽ ബോട്ടും അതുപോലെ തന്നെ ഈ ടഗ് ബോട്ടും 2 ബോട്ടുകളാണ് കടന്നു വരേണ്ടത്. 10 മണിയോടുകൂടി തന്നെ ഈ ബോട്ട് ഇവിടെ എത്തിക്കാൻ ആകുമാണ് അധികൃതർ, അതായത് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഈ തെരച്ചിലിന്റെ ഒരു ഫലപ്രാപ്തി, നേരത്തെ ബൈജു പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനമല്ല ഇതിപ്പോൾ അർജുൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലോറി അവിടെ ഉണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അർജുനൊപ്പം കാണാതായ മറ്റ് 2 പേർ കൂടി ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അവർ അവിടെ ആ സംസ്ഥാനത്തുള്ള ആളുകളാണ്. അത് പ്രധാനമായും ഉള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ നമുക്കറിയാം വലിയ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ഈ മൺകൂനകൾ 2-3 മൺകൂനകൾ രൂപപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ നമ്മൾ നേരത്തെ തന്നെ സ്പോട്ട് ചെയ്ത, നേവി അടക്കം സ്പോട്ട് ചെയ്ത, ഇന്ദ്രബാലനൊക്കെ അടക്കം സ്പോട്ട് ചെയ്ത പ്രദേശങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചാണോ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉള്ളത് പരിശോധിക്കുന്നുണ്ടോ?
ഇല്ല രഞ്ജിത്ത്, ആ കാര്യത്തിൽ നേവി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. കൃത്യമായി ഈ ലോറി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ മൺകൂനകൾ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. ആ സ്ഥലം കൃത്യമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുക. അവിടെ ഈ ലോറിയുടെ ഈ മരം കെട്ടാൻ ഉപയോഗിച്ച കയറൊക്കെ ലഭിച്ച സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് സമീപം തന്നെയാണ്. അവിടെയാണ് കൃത്യമായ ഈ പരിശോധന നടക്കുക. അവിടെ ടഗ് ബോട്ട് അവിടെ ഉറപ്പിച്ചതിന് ശേഷം അത് ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ സമയം വേണം അത് ഇവിടെ ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് 12 മണി എന്ന ഒരു സമയം ഇവർ പറഞ്ഞത്. 9:10 മണിയോടുകൂടി ഇവിടെ ടഗ് ബോട്ട് എത്തും. അതിനുശേഷം 3 മണിക്കൂറോളം സമയം ഇത് ഉറപ്പിക്കാൻ വേണം. അതിനുശേഷമായിരിക്കും ഈ മൺകൂനകൾ മാറ്റുന്ന പ്രവർത്തികളിലേക്ക് കടക്കുക. നേവിയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ആ സംഘങ്ങളായിരിക്കും ഈ ലോറി ഏതെങ്കിലും തരത്തിൽ മൺകൂനകൾ മാറ്റി കണ്ടെത്തിയാൽ അതിന്റെ ക്യാബിൻ അരികിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുക. അതല്ലെങ്കിൽ ഒരു പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് നാളെയോ മറ്റന്നാളോ ഈ ലോറി പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ലോറിയുടെ ക്യാബിനിലേക്ക് മൺകൂനകൾ നീക്കം ചെയ്താൽ എത്താൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം ആ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ ആ ലോറിക്കരിയിലേക്ക് എത്താൻ പറ്റും. അതേസമയം ആ ലോറി ക്യാബിനകത്തേക്ക് ഇന്ന് എത്താൻ കഴിയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രഞ്ജിത്ത് സൂചിപ്പിച്ചു, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു രക്ഷാ ദൗത്യമല്ല. പക്ഷേ അതേസമയം തന്നെ 2 മാസത്തിലേറെയായി അർജുൻ എവിടെ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായ ഒരാൾ എന്ന നിലയിൽ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അർജുന്റെ ലോറിയും കാണാമറിയത്താണ്. അതുപോലെ തന്നെ ലോകേഷും ഈ ജഗന്നാഥും രണ്ടുപേരെയും കൂടി കണ്ടെത്താനുണ്ട്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമായിരുന്നു ഈ രണ്ടുപേരെ. ഏതായാലും ജിതിൻ നമ്മോടൊപ്പം